ഹലോ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് എസ്ലൈ എന്ന ഏറ്റവും പുതിയ കെ ഡ്രാമയുടെ എക്സ്പ്ലനേഷൻ ആയിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഡ്രാമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സിന് വേണ്ടി ബെൽ ബട്ടൺ കൂടി ഒന്ന് ഓൺ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സിയോണിനെ തേടി ഓടി വരുന്ന ഹ്യൂമനെ കാണിച്ചിട്ടാണ്. ഇവിടെ എത്തിയ ഹ്യൂൺ കാണുന്നത് കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീഴുന്ന സിയോണിനെയാണ്. ആകെ പേടിച്ച ഹ്യൂൺ അപ്പോൾ തന്നെ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. എത്തും പിടിയില്ലാതെ ഹ്യൂൺ അങ്ങനെ അവിടെ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോഴായിരിക്കും സിയോണിൻ്റെ അങ്കിളായ ജിയോക്ക് അവിടത്തേക്ക് ഓടി വരുന്നത്. ആകെ പേടിച്ച ജിയോക്ക് ഹ്യൂണിനോട് ചോദിക്കുന്നുണ്ട് സിയോൺ എവിടെ, എന്ത് പറ്റിയതാണെന്നൊക്കെ. ആകെ ഇമോഷണൽ ആവുന്നുണ്ട്. കാരണം എന്തൊക്കെയായാലും എന്തൊക്കെ പറഞ്ഞാലും അങ്കിളിന് സിയോണിനെ വളരെ ഇഷ്ടമാണ്. പക്ഷെ തൻ്റെ ജോബിൻ്റെ ഇടയിൽ സിയോണിനെ ശ്രദ്ധിക്കാൻ കഴിയാത്തതാണ്. അപ്പോൾ ജിയോക്ക് ചോദിക്കുന്നുണ്ട് അതൊക്കെ പോട്ടെ, നീ എന്തിനാണ് ഹ്യൂണ് സ്കൂളിൽ ഈ സമയത്ത് ചെയ്യുന്നുണ്ടായത്? അപ്പോൾ ഹ്യൂൺ പറയുന്നത് ഞാൻ സിയോണിനെ തേടിയിട്ടാണ് അവിടേക്ക് പോയതെന്നാണ്. ജിയോക്ക് ചോദിക്കുന്നുണ്ട് അവളെ തേടിയിട്ടോ? ഹ്യൂൺ പറയും അതെ, അവൾ എന്നെ വിളിച്ചിരുന്നു. അവൾ എന്നോട് പറഞ്ഞത് അവൾ സ്കൂളിലേക്ക് പോവുകയാണ് എന്നാണ്. അപ്പോൾ ജിയോക്ക് ചോദിക്കുന്നുണ്ട് അവൾ എന്തിനാ ആ സമയത്ത് സ്കൂളിലേക്ക് പോയതെന്ന്. അപ്പോൾ ഹ്യൂൺ പറയുന്നത് അത് എനിക്കും അറിയില്ലെന്നാണ്. ആ സമയം തന്നെ ഹ്യൂൺ ജിയോക്കിനോട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, എനിക്ക് ഇതിനെക്കുറിച്ച് വേറൊന്നും അറിയില്ല, പക്ഷേ സിയോൺ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതുണ്ടെന്ന് എനിക്കറിയാം. ഈ സീൻ വീട്ടിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് സിയോന്റെ സ്കൂളാണ്. ആ സ്കൂളിലെ ഡയറക്ടർ അവിടുത്തെ വർക്ക് ചെയ്യുന്ന ടീച്ചർമാരോടൊക്കെ ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്, ലാംഗ്വേജിൻ്റെ ടീച്ചർ വന്നില്ലേ, അയാളെ പെട്ടെന്ന് വിളിക്കുക, അയാൾക്ക് എങ്ങനെയാണ് ഈ ദിവസം ലേറ്റ് ആവാൻ കഴിഞ്ഞത്? അപ്പോൾ വേറൊരു ടീച്ചർ മറുപടി പറയുന്നുണ്ട് ഞാൻ അയാളെ വിളിച്ചു, പക്ഷേ അയാൾ ഫോൺ എടുക്കുന്നില്ല. ഡയറക്ടർ ആകെ ചൂടായിട്ട് പറയുകയാണ്, നിങ്ങൾ എന്ത് നോക്കിയിരിക്കുകയാണ്, ഇങ്ങനെയാണോ നിങ്ങൾ കുട്ടികളെ ഡിസ്പ്ലേ പഠിപ്പിക്കുന്നത്? അവൾക്ക് ആത്മഹത്യ ചെയ്യാൻ സ്കൂൾ കെട്ടിടം മാത്രമേ കിട്ടുള്ളൂ. അവൾക്ക് ആത്മഹത്യ ചെയ്യണമെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് മറ്റോ ചെയ്താൽ പോരാ, വെറുതെ സ്കൂളിനെ പറയിപ്പിക്കാൻ. അപ്പോൾ ഇത് കേട്ടിട്ട് വേറൊരു ലേഡി ടീച്ചർ ചോദിക്കുന്നുണ്ട്, ഡയറക്ടർ നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നത്? ആ കുട്ടി ഇതുവരെ മരിച്ചിട്ട് പോലുമില്ല, അവൾ ജീവനോടെ ഉണ്ട്. ഇപ്പോൾ ഡയറക്ടറും പറയുകയാണ് നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, ഇത് നിങ്ങളുടെ ഉത്തരവാദിത്തം. അപ്പോൾ ലേഡി ടീച്ചറും ഒട്ടും വിട്ടുകൊടുക്കാതെ പറയുകയാണ്, അതെ എനിക്ക് ഉത്തരവാദിത്തമുണ്ട്, പക്ഷേ കുട്ടികളെക്കുറിച്ച് ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് എന്ത് റൈറ്റ്സാണുള്ളത്? അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് അവർ രണ്ടാളും വഴക്കാവുകയാണ്. അപ്പോൾ ആ വഴക്കിൻ്റെ ഇടയ്ക്ക് വേറൊരു ലേഡി ടീച്ചർ കുറച്ച് ബുക്കും പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ആ ബുക്ക് താഴെ വീഴുന്നുണ്ട്. അതൊരു മെയിൽ ടീച്ചർ എടുത്തു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നുമുണ്ട്. ആ സീൻ കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നത് സിയോൻ്റെ ക്ലാസ്സാണ്. ക്ലാസ്സിൽ ഇങ്ങനെ ഹ്യോൺ കടന്നു വരുന്നുണ്ട്. അപ്പോൾ മറ്റു കുട്ടികളൊക്കെ സംസാരിക്കുന്നത് ഹ്യോൺ കേൾക്കുകയാണ്. ഹയോങ് ഇതുവരെ സ്കൂളിൽ വന്നില്ലേ? എന്തൊരു കോയിൻസിഡൻസ് ആണല്ലേ, സിയോൺ വീണത് മുതൽ ഹയോങ് സ്കൂളിലേക്ക് വരാതെയായി. വീണ്ടും ടീച്ചേഴ്സ് റൂം കാണിക്കുകയാണ്. വഴക്കെല്ലാം കഴിഞ്ഞ് എല്ലാവരും അവരുടെ സ്ഥലത്തേക്ക് പോയ ശേഷം അവിടെ ജോങ് എന്ന പേരുള്ള ഒരു ടീച്ചറിനെയാണ് കാണിക്കുന്നത്. ഇദ്ദേഹം ഈ സ്കൂളിൽ ഒരു ഇംഗ്ലീഷ് അധ്യാപകനാണ്. അപ്പോൾ ജോങ്ങിനോട് വേറൊരു മെയിൽ ടീച്ചർ ചോദിക്കുന്നുണ്ട്, ഇടോ തൻ്റെ കല്യാണം അല്ലേ സെറ്റായെന്ന് പറഞ്ഞ്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായി? അപ്പോൾ ജോങ്ങും പറയുന്നുണ്ട് എനിക്ക് കല്യാണം കഴിക്കാനുള്ള പ്ലാനൊന്നും ഇനിയില്ല, കല്യാണം ക്യാൻസലായിന്ന്. ഇതും പറഞ്ഞ് ജോങ് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ജോങ് തൻ്റെ സിസ്റ്ററിനെ കാണാനായിട്ട് പോകുന്നതാണ്. സിസ്റ്റർ റീസെൻ്റായിട്ട് ഇപ്പോൾ അടുത്തുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് താമസം മാറിയിരിക്കുകയാണ്. അപ്പോൾ സിസ്റ്ററിനെ കാണാനായിട്ട് ജോങ് അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ്. സിസ്റ്ററിൻ്റെ കൂടെ സിസ്റ്ററിൻ്റെ ഒരു ചെറിയ മകൾ കൂടി കാണിക്കുന്നുണ്ട്. ജോങ് സിസ്റ്ററിനോട് ബ്രദറിലോ എവിടെയെന്ന് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ സിസ്റ്റർ പറയുന്നത് അദ്ദേഹം കൂടുതൽ സമയം വർക്കിൻ്റെ ഓരോ തിരക്കിലാണ് ഉണ്ടാവുക. അടുത്ത സീനിൽ കാണിക്കുന്നത് സിയോനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലാണ്. ബ്ലീഡിങ് അധികമായതുകൊണ്ട് തന്നെ സിയോൺ ഇപ്പോൾ ഒരു കോമ അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ജിനോക്ക് അവളെ നോക്കി അവിടെ ബെഡിൻ്റെ സൈഡിൽ തന്നെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ സിയോനോട് ജിയോക്ക് പറയുന്നുണ്ട്, എഴുന്നേക്ക്, ഒന്ന് എഴുന്നേക്ക്, എന്നെ ഒന്ന് വഴക്കെങ്കിലും പറ എഴുന്നേറ്റിട്ട്. ഇത് നമ്മുടെ ഹ്യോൺ ഇങ്ങനെ പുറത്തുനിന്ന് കാണുന്നുണ്ട് കേട്ടോ. അടുത്തത് ഹ്യോൺ സ്കൂളിൽ ചെന്നിട്ട് സിയോൺ വീണ സ്ഥലം എല്ലാം ഒന്ന് നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ഇതൊക്കെ നോക്കുന്നത് കണ്ടിട്ട് ഹൊൻജൂൺ എന്ന പേരുള്ള ഒരു പെൺകുട്ടി അവളോട് വന്ന് സംസാരിക്കുകയാണ്. നീ എവിഡൻസ് ആണോ അന്വേഷിക്കുന്നത്? നിനക്കും ഇത് കണ്ടിട്ട് ഒരു ആത്മഹത്യയാണെന്ന് തോന്നുന്നില്ല അല്ലേ? എനിക്കും തോന്നുന്നില്ല, പക്ഷേ ഇത് ആരും ഇതുവരെ നോട്ടീസ് ചെയ്തിട്ടേ ഇല്ല. സിയോണിനെ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പെണ്ണില്ലേ ഹയോങ്, അവളും ഈ ഇൻസിഡൻറ്റിന് ശേഷം സ്കൂളിലേക്ക് വന്നിട്ടേ ഇല്ല. എനിക്ക് തോന്നുന്നത് ഒരു സൂയിസൈഡ് അല്ല, ഇതൊരു മർഡർ ആണെന്നാണ്. അപ്പോൾ ഹ്യോണോ അവളോട് മറുപടി പറയുകയാണ്, സിയോൺ ഇതുവരെ മരിച്ചിട്ടില്ല, അവൾ ജീവനോടെ തന്നെ ഉണ്ട്, അവൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അപ്പോൾ അതിലൂടെ ഹ്യോണിൻ്റെ ക്ലാസ് ലീഡർ നടന്നു പോവുകയാണ്. അവൻ്റെ ക്ലാസ് കണ്ടിട്ട് ഹ്യോണിന് സംശയം വരികയാണ്. അവളാണെങ്കിൽ അവനോട് ആ ക്ലാസ് വാങ്ങിച്ച ശേഷം ഇട്ട് നോക്കിയാണ്, പക്ഷേ അത് നോർമൽ ഒരു ഐസെറ്റ് ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഹ്യോൺ ചിന്തിക്കുകയാണ് സിയോണിൻ്റെ ക്ലാസ് എവിടെ പോയെന്ന്. പിന്നെ നമ്മൾ കാണുന്നത് ജോങ്ങിനെയാണ്. അദ്ദേഹത്തിൻ്റെ ടേബിളിൽ എസ്ലൈൻ ക്ലാസ് കാണുകയാണ്. പക്ഷേ അത് ആരുടെ ക്ലാസ്സാണ്, എവിടെ നിന്ന് വന്നു എന്നൊന്നും അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഗ്യുഞ്ചിനോട് ചോദിക്കുകയാണ്, ടീച്ചർ ഇത് ആരുടെ ക്ലാസ്സാണ് നിങ്ങൾക്കറിയാമോ? അപ്പോൾ ഗ്യുഞ്ചിനും പറയുന്നുണ്ട്, ഇല്ലല്ലോ, ഇത് ഇവിടെ ആരും ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല, ഈ ക്ലാസ് എവിടെ നിന്നാണ് കിട്ടിയത്? അപ്പോൾ ജോങ്ങും പറയുവാണ് ഇതെൻ്റെ ടേബിളിൽ കിടന്ന് കിട്ടിയതാണ്. അപ്പോൾ ഗ്യുഞ്ചൻ പറയുവാണ് എന്നാൽ പിന്നെ നിങ്ങൾ തന്നെ ഈ ക്ലാസ് സൂക്ഷിച്ച് വെച്ചോ. കുറച്ച് സമയത്തിന് ശേഷം ജോങ് ആ ക്ലാസ് വെച്ച് നോക്കിയാണ്. അതിട്ട് നോക്കിയ ശേഷം ആളാകെ ഒന്ന് ഞെട്ടുകയാണ്. തൻ്റെ കൊളീഗ്സിൻ്റെ തലയുടെ മുകളിലല്ല അദ്ദേഹം ഒരു വിയേർഡായിട്ടുള്ള റെഡ് ലൈൻ കാണുകയാണ്. അപ്പോഴാണ് ചെന്നൂക്ക് അവിടേക്ക് വരുന്നത്. ചെന്നൂക്കിൻ്റെ തലയിലെ ലൈൻസ് കണ്ടിട്ട് ജോങ് ആകെ ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ തന്നെ ജോങ് ആ ക്ലാസ് ഊരി വെക്കും. ജിയോക്ക് കുഞ്ചിനോട് ചോദിക്കുകയാണ്, സിയോൺ സൂയിസൈഡ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എനിക്ക് അവൾ സൂയിസൈഡ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. ജിയോക്ക് കുഞ്ചിനോട് സിയോൺ മുന്നേ ഡേറ്റ് ചെയ്ത ഒരു പയ്യനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ജിയോക്ക് ആ പയ്യനെ പോയി പിന്നീട് സിയോണിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്.
അവനാണെങ്കിൽ ഒരു മൈൻഡും ഇല്ലാതെ സിയോനോടൊരു ബന്ധമില്ലാത്ത പോലെയാണ് സംസാരിക്കുന്നത്. പക്ഷേ ജിയോക്ക് മുമ്പ് അവനും സിയോനും എടുത്തൊരു ഫോട്ടോ കാണിക്കുകയാണ്. അപ്പോൾ അവനും പറയാണ്, അതെ ഞങ്ങൾ കുറച്ച് നാൾ ഫണ്ണിന് വേണ്ടി ടീച്ച് ചെയ്തിരുന്നു. അന്നത്തെ ദിവസവും കാഷ്വലായിട്ടാണ് മീറ്റ് ചെയ്തത്. പക്ഷേ അവൾ പെട്ടെന്ന് തന്നെ വേറെ എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു പോയി. ജിയോക്ക് അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആ പയ്യനും പറയുകയാണ്, എനിക്ക് അവളോട് വല്ല താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല, അവളെൻ്റെ പിറകെ സ്വയം വന്നതാണ്. പക്ഷേ അവനെ കുറേ നേരം ഇൻട്രോഗേറ്റ് ചെയ്തിട്ടും ജിയോക്കിന് ഒരു ക്ലൂവും ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ജിയോക്ക് അന്ന് നടന്ന സംഭവത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ്. അപ്പോൾ സിയോൺ ആ പയ്യൻ്റെ കൂടി ഫോട്ടോ എടുക്കാൻ പോയ സമയം ജിയോക്ക് ഹയോങ്ങിനെ നോട്ടീസ് ചെയ്യുകയാണ്. അവൾ അന്ന് സിയോണിൻ്റെ ബാഗ് അടിച്ചു മാറ്റി കൊണ്ടുപോയത് ജിയോ കാണുകയാണ്. ജിയോക്ക് ഹയോങ് പിന്നീട് എവിടെയാണ് പോയതെന്നൊക്കെ അന്വേഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അടുത്ത സീനിൽ ജോങ് അദ്ദേഹത്തിൻ്റെ സിസ്റ്ററിൻ്റെയും ബ്രദറിലോൻ്റെയും കൂടെ ഇരുന്ന് ഡിന്നർ കഴിക്കുകയാണ്. അവരുടെ തലയുടെ മുകളിൽ കണക്ട് ആയ റെഡ് ലൈൻ കണ്ടിട്ട് അദ്ദേഹത്തെ ആ ലൈനിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവുകയാണ്. പക്ഷേ ബ്രദറിലോൻ്റെ തലയിലാണെങ്കിൽ ഒരുപാട് ലൈനുകൾ ഉള്ളത് കൊണ്ട് തന്നെ അയാൾക്ക് വേറെ കുറേ അഫെയർ ഉണ്ടെന്ന് ജോങ്ങിന് മനസ്സിലാവുകയാണ്. പിന്നീട് ബ്രദറിലോ ജോങ്ങിനോട് ചോദിക്കുകയാണ്, നിൻ്റെ മാരേജ് എന്തുകൊണ്ടാണ് ക്യാൻസലായത്? അപ്പോൾ ജോങ്ങും പറയുകയാണ്, കാരണം വെഡിങ്ങിന് മുമ്പാണ് എനിക്ക് മനസ്സിലായത് അവൾക്ക് വേറൊരാളുമായിട്ട് അഫെയർ ഉണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ വെഡിങ്ങിൽ നിന്ന് പിന്മാറി. ഡിന്നറിന് ശേഷം ജോങ് ബ്രദറിലോൻ്റെ കൂടെ ഒരു വാക്കിന് പോവുകയാണ്. അപ്പോൾ ലിഫ്റ്റിൽ പോകുമ്പോൾ ജോങ് അവൻ്റെ ബ്രദറിനോട് തലയിൽ നിന്നും പോകുന്ന ഒരു റെഡ് ലൈൻ ആ ബിൽഡിങ്ങിൻ്റെ 4ാമത്തെ ഫ്ലോറിലെ ആരോ ആയിട്ട് കണക്റ്റ് ആണെന്ന് അവൻ കാണുകയാണ്. തിരിച്ചു വരുന്ന സമയം ജോങ് ഇത് കണ്ടുപിടിക്കാൻ 4th ഫ്ലോറിൽ പോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ബ്രദറിലോ കരുതുന്നത് ഡ്രങ്കായിട്ടുള്ള കാരണം ജോങ്ങിന് ഫ്ലോർ മാറിപ്പോയതാണെന്നാണ്. ശേഷം കാണിക്കുന്നത് ജിയോക്ക് സിയോൻ്റെ സൂയിസൈഡ് കേസിനെ കുറിച്ച് തൻ്റെ ചീഫിനോട് സംസാരിക്കുന്നതാണ്. ജിയോക്ക് സിയോൻ്റെ ആത്മഹത്യാ ശ്രമം അല്ലെന്ന് പരമാവധി ചീഫിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ചീഫ് എന്ത് പറഞ്ഞിട്ടും അത് അംഗീകരിക്കുന്നില്ല. അടുത്ത സീനിൽ ജോങ്ങിനെ കാണിക്കുകയാണ്. അദ്ദേഹം ഇപ്പോഴും തൻ്റെ ബ്രദറിനോൻ്റെ അഫെയറിനെ കുറിച്ച് കൺഫ്യൂസ് ആവുകയാണ്. എന്നിട്ട് ക്യുഞ്ചിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരുടെയെങ്കിലും അഫെയറിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങൾ എന്തു ചെയ്യും? അപ്പോൾ ക്യുഞ്ചിനും ജോങ്ങിനോട് പറയുകയാണ്, നിങ്ങൾ ആദ്യം നിങ്ങളറിഞ്ഞ ഈ സത്യം ശരിയാണോ അല്ലയോ എന്ന് കൺഫേം ആക്കണം. അതിനുശേഷം ജോങ് അദ്ദേഹത്തിൻ്റെ സിസ്റ്ററിനെ കാണാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹം 4th ഫ്ലോറിൽ ഒരു പാഴ്സൽ സിസ്റ്ററിൻ്റെ ഫ്ലാറ്റിൻ്റെ മുന്നിൽ കാണുകയാണ്. അത് തിരിച്ചു നൽകാനായിട്ട് ജോങ് 4th ഫ്ലോറിൽ പോവുകയാണ്. അവിടെ താമസിക്കുന്ന ലേഡിയാണെങ്കിൽ കാണാനും വളരെ സുന്ദരിയും വളരെ യങ്ങും ആണ്. ആ ലേഡി ഒരു കോൾ വിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അത് കണ്ടിട്ട് ജോങ് ഫോണിൽ വിളിക്കുന്നത് ബ്രദറിൻലോ ആണെന്ന് ഉറപ്പുവരുത്തുകയാണ്. ജോങ് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണ്. അതിനുശേഷം അവരുടെ അമ്മയുടെ 10th ആനിവേഴ്സറി ദിവസം ജോങ് സിസ്റ്ററിനോട് ചോദിക്കുവാണ്, ചേച്ചി ബ്രദറിനോട് കൂടെ ഹാപ്പിയാണോ? അപ്പോൾ ചേച്ചിയും പറയാണ്, സന്തോഷവും സങ്കടവും എല്ലാം ലൈഫിൻ്റെ ഭാഗമാണ്. അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ്. അത് കേട്ടിട്ട് ജോങ് ചോദിക്കുകയാണ്, ചേച്ചി എന്താ ചേച്ചിയുടെ സൗന്ദര്യം ഒന്നും ശ്രദ്ധിക്കാത്തത്? പാർലറിലൊക്കെ പോയിട്ട് ചേച്ചിക്കൊന്ന് ഗെറ്റപ്പൊക്കെ മാറ്റിക്കൂടെ? ജോങ്ങിൻ്റെ ഈ പറച്ചിൽ കേട്ടിട്ട് ചേച്ചിക്ക് ആകെ ചിരി വരികയാണ്. അപ്പോൾ ചേച്ചിയും പറയാണ്, നീ വലിയ ആളായിപ്പോയല്ലോ, ഇപ്പോൾ അമ്മ നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും സന്തോഷമായനെ അമ്മക്ക്. അപ്പോഴാണ് മനസ്സിലാകുന്നത് ജൂണിൻ്റെ അച്ഛനുണ്ടായ വേറൊരു അഫെയറിനെ കുറിച്ച് അറിഞ്ഞിട്ടാണ് രണ്ടുപേരും ഡിവോഴ്സ് ആയതെന്ന്. അതിനുശേഷം ജൂണിൻ്റെയും ചേച്ചിയുടെ ജീവിതം കൂടുതൽ പ്രയാസകരമായി. കൂടാതെ ഒറ്റയ്ക്കാണ് അവരുടെ അമ്മ അവരുടെ രണ്ടുപേരുടെ കാര്യങ്ങൾ നോക്കി വളർത്തിയത്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടിട്ടും സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവരുടെ അമ്മ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയത്. ജൂൺ അവൻ്റെ സിസ്റ്ററോട് കരഞ്ഞുകൊണ്ട് വരികയാണ്, ചേച്ചിക്കറിയോ, എൻ്റെ GF എന്നെ ചീറ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് പ്രാവശ്യം അവൾ എന്നോട് മാപ്പ് ചോദിച്ചിരുന്നു. എന്നിട്ടും ഞാൻ അവളെ ഉപേക്ഷിച്ചു. എനിക്ക് അവളെ ഇപ്പോഴും ഇഷ്ടമാണ്. പക്ഷേ അവളെ കാണുമ്പോഴൊക്കെ എനിക്ക് നമ്മുടെ അച്ഛനെയാണ് ഓർമ്മ വരുന്നത്. എനിക്ക് അയാളോട് അത്രക്കും വെറുപ്പുണ്ട്. അടുത്ത ദിവസം ആയപ്പോഴേക്കും ഹയോങ്ങിൻ്റെയും ആ ലാംഗ്വേജ് ടീച്ചറുടെയും അഫെയർ സ്കൂൾ മുഴുവൻ സ്പ്രെഡ് ആയിട്ടുണ്ട്. അതിനുശേഷം ഒരു ബിൽഡിങ്ങിൻ്റെ പാർക്കിംഗ് ലോട്ടിൽ ആ ടീച്ചറിൻ്റെ ഡെഡ് ബോഡി കാണിക്കുകയാണ്. ഇത് അന്വേഷിക്കാനായിട്ട് ജിയോക്ക് അവിടെ വന്നിട്ടുണ്ട്. അയാളുടെ അടുത്ത് നിന്ന് ഒരു സൂയിസൈഡ് നോട്ടും ജിയോക്കിന് കിട്ടുന്നുണ്ട്. അതിൽ ആ ടീച്ചർ എഴുതിയിരിക്കുന്നത്, ഞാനും ഹയോങ്ങും തമ്മിലൊരു സീക്രട്ട് റിലേഷൻഷിപ്പ് ആയിരുന്നു. ഇത് എന്നെങ്കിലും ഒരിക്കൽ പുറത്തു വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സൂയിസൈഡ് ചെയ്യുന്നത്. ഇതാണ് ആ സൂയിസൈഡ് നോട്ടിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ജിയോക്കിന് ഇത് കണ്ടിട്ട് ഒരു സൂയിസൈഡായിട്ട് തോന്നിയിട്ടില്ല. ഇത് കണ്ടിട്ട് ഒരു മർഡറർ പോലെയുണ്ടെന്ന് ജിയോക്ക് അദ്ദേഹത്തിൻ്റെ കൊളീഗിനോട് പറയുകയാണ്. കാരണം ബോഡിക്ക് കുറേ നാൾ പഴക്കമുണ്ട്. കൂടാതെ ഈ ബോഡി ഇത്രയും നാൾ ഈ പാർക്കിംഗ് ലോട്ടിൽ കിടന്നിട്ടും ആർക്കും ഒരു സംശയം തോന്നിയിട്ടുമില്ല. ഇതിനുശേഷം ജിയോക്ക് ഹിയോണിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ജിയോക്ക് ഹിയോണിനോട് ചോദിക്കുന്നുണ്ട്, സിയോൻ്റെ ഫ്രണ്ട് അല്ലേ നീ, എന്നിട്ടെന്താ അവളെ കാണാൻ വരാത്തത്? ഞാൻ നിന്നെ സംശയിച്ചതല്ല, നീ തന്നെയല്ലേ പറഞ്ഞത് അവൾ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചതല്ലെന്ന്. പിന്നെ എന്തിനായിരിക്കും അവൾ ഇത്രയും രാത്രിക്ക് സ്കൂളിലേക്ക് പോയത്? അപ്പോൾ ഹിയോൺ തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സിയോൻ്റെ കയ്യിൽ നിന്ന് വല്ല ക്ലാസ്സും കിട്ടിയുമെന്ന്. അപ്പോൾ ജിയോക്ക് ചോദിക്കുവാണ്, നീ ഏത് ക്ലാസ്സിൻ്റെ കാര്യമായി പറയുന്നത്? അപ്പോൾ ഹിയോണം പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം ആ ക്ലാസ് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുക, അതിനുശേഷം നിങ്ങൾ എന്ത് ചോദിക്കുന്നു അതിനെല്ലാം ഞാൻ മറുപടി പറയാം. അടുത്ത സീനിൽ കാണിക്കുന്നത് ജിയോൺ അവൻ്റെ ബ്രദറിലോനെ പിന്തുടർന്ന് ഒരു ലക്ഷറി റെസ്റ്റോറൻറ്റിലേക്ക് എത്തുന്നതാണ്. അവിടെ അവൻ കാണുകയാണ് ബ്രദറിലോ ആ 4th ഫ്ലോറിലെ ലേഡിയുടെ കൂടെ ഡിന്നർ കഴിക്കുവാണ്. അയാൾ ആ ലേഡിക്ക് ഒരു ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട്. ജിയോങ് അയാളെ വിളിച്ചിട്ട് കാണണമെന്ന് പറയുമ്പോൾ അയാളും പറയുന്നുണ്ട്, ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയ ബിസിനസ് മീറ്റിങ്ങിലാണെന്ന്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാണാൻ കഴിയില്ലെന്ന്. പക്ഷേ അയാളാണെങ്കിൽ ആ ലേഡിയും കൂട്ടിയിട്ട് ഒരു റൂമിലേക്ക് പോവുകയാണ്. ജിയോങ് പെട്ടെന്ന് ആ റൂമിൻ്റെ മുന്നിൽ വന്ന് അയാളെ വിളിച്ചിട്ട് കഴുത്തിന് കുത്തിപ്പിടിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് നീ എൻ്റെ ചേച്ചിയെ ചതിച്ചത്? അപ്പോൾ അയാളും പറയുകയാണ്, നീ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിൻ്റെ ചേച്ചിക്ക് ഒരു ഗുണവും ഉണ്ടാവില്ല.
അപ്പോൾ ജോങ്ങും പറയുകയാണ്, നിങ്ങൾക്ക് നാണമില്ലേ? എൻ്റെ ചേച്ചി അറിയാതെ ഒരു പെണ്ണുമായിട്ട് സീക്രട്ട് റിലേഷൻഷിപ്പും വെച്ചിട്ട് നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വരുന്നതാണോ? ജോങ് റൂമിൻ്റെ അകത്തേക്ക് ചെന്ന് ആ ലേഡിയോട് സത്യങ്ങൾ പറയാൻ പോകുന്നുണ്ട്. പക്ഷേ ബ്രദർ ഇൻ ലോ അത് തടഞ്ഞുകൊണ്ട് പറയുകയാണ്, എനിക്ക് കുറച്ച് സമയം കൂടി തരണം, ഞാൻ നിനക്ക് വാക്ക് തരികയാണ്, ഞാൻ എല്ലാം നിർത്തിയിട്ട് ഞാൻ എല്ലാം വിട്ട് ഫാമിലിയുടെ കൂടെ തന്നെ നിന്നോളാം. അപ്പോൾ ജോങ്ങും പറയുകയാണ്, പെട്ടെന്ന് തന്നെ എല്ലാം ശരിയാക്കുന്നതാണ് നിനക്കും നല്ലത്, അല്ലെങ്കിൽ എന്നെക്കാൾ മോശമായിട്ട് ആരെയും നീ കാണില്ല. അതിനുശേഷം ജോങ് അവൻ്റെ സിസ്റ്ററിനോട് അവസാനമായിട്ട് ഗുഡ് ബൈ പറയാൻ വേണ്ടി പോവുകയാണ്. കാരണം അവൻ യൂറോപ്പിലേക്ക് ജോലിക്കായി പോവുകയാണ്. സാധനങ്ങൾ പാക്ക് ചെയ്യുന്ന നേരം ജോങ് സിസ്റ്ററിനെ വിട്ടു പോകുന്നതിൽ കൺഫ്യൂസ് ആവുകയാണ്. അവനും ബ്രദർ ഇൻ ലോൻ്റെ ആ സീക്രട്ട് GFൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ചെക്ക് ചെയ്യുന്നു. അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത് ആ ലേഡി പ്രഗ്നൻ്റ് ആണെന്ന്. കണ്ടിട്ടാണെങ്കിൽ ജോങ്ങിന് ആകെ കലികേറുകയാണ്. അവൻ ചേച്ചിയോട് ബ്രദർ ഇൻ ലോനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും തുറന്നു പറയാമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ ജോങ് ചേച്ചിയെ കോൾ ചെയ്യുകയാണ്. പക്ഷേ എത്ര വിളിച്ചിട്ടും ചേച്ചി ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ മുന്നിൽ സൗണ്ട് കേട്ടിട്ട് ജോങ് അവിടേക്ക് ഓടിപ്പോവുകയാണ്. അപ്പോഴാണ് അവൻ കാണുന്നത് അവൻ്റെ ചേച്ചി ആ ലേഡിയുടെ കാറിനെ ഒരു കാറെടുത്ത് ഇടിക്കുകയായിരിക്കും. ജോങ് ആണെങ്കിൽ സിസ്റ്ററിനെ തടയാൻ വേണ്ടി പോകുന്നുണ്ട്. പക്ഷേ ചേച്ചി അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന്. പക്ഷേ ജോങ്ങിന് സിസ്റ്റർ എന്താണെന്ന് പറയുന്നത് പോലും മനസ്സിലാവുന്നുണ്ടാവില്ല. ഈ സമയം ബ്രദർ ഇൻ ലോ അവിടേക്ക് വരുവാണ്. അയാൾ ആ ലേഡിയെ പോയി കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നിനക്ക് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ എന്ന്. ജോങ്ങിനാണെങ്കിൽ ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. അവൻ ദേഷ്യം വന്നിട്ട് അയാളെ തള്ളാൻ പോവുകയാണ്. പക്ഷേ അവൻ്റെ സിസ്റ്റർ അത് തടയുകയാണ്. അയാളെ ഒന്നും ചെയ്യരുതെന്ന് പറയുന്നു. അവർ പോയതിന് ശേഷം സിസ്റ്റർ ജോങ്ങിനോട് പറയുകയാണ്, അയാൾ എൻ്റെ ഭർത്താവല്ല, അയാൾ ശരിക്കും ആ ലേഡിയുടെ ഭർത്താവാണ്, ഞാനാണ് അയാളുടെ സീക്രട്ട് ഗേൾ ഫ്രണ്ട്. നീ അയാളെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് തന്നെ അദ്ദേഹം ഈ റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ചു. നീ എന്തിനാ ഇങ്ങനെ ചെയ്തത്? ജോങ് ആണെങ്കിൽ ആകെ ഇതൊക്കെ കണ്ട് ഞെട്ടിപ്പോകുന്നുണ്ട്. ആളാകെ വല്ലാണ്ടായി പോകുന്നുണ്ട്. അടുത്ത സീനിൽ ജിയോക്കിനെയാണ് കാണിക്കുന്നത്. ജിയോക്കും വിചാരിക്കുകയാണ്, സിയോണിന് ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ സാധിക്കില്ല. അവളും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് വല്ല സൂയിസൈഡ് നോട്ടും എഴുതി കാണുമോ എന്ന് തിരക്കാനായി ജിയോക്ക് സിയോണിൻ്റെ മുറിയിലേക്ക് പോവുകയാണ്. പക്ഷേ അവിടുന്ന് ജിയോക്കിന് ലെറ്റർ ഒന്നും തന്നെ കിട്ടുന്നില്ല. ഒരു ഡയറിയാണ് കിട്ടുന്നത്. ആ ഡയറിയും എടുത്ത് ജിയോക്ക് ഹ്യോണിനെ കാണാൻ പോകുന്നുണ്ട്. കാരണം ആ ഡയറിയിൽ കുറേ ഡ്രോയിങ്സ് ഹ്യോൺ വരച്ചിട്ടുണ്ട്. ജിയോക്ക് ഹ്യോണിനോട് ചോദിക്കുകയാണ്, നീ ഈ ക്ലാസ്സിനെ കുറിച്ചാണോ ചോദിച്ചത്? ഈ ക്ലാസ്സിൽ എന്താണുള്ളത്? ഇത് ഇടുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? അപ്പോൾ ഹ്യോൺ പറയുകയാണ്, ഈ ക്ലാസ് ഇടുമ്പോൾ S-line ആണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതുവരെയാണ് എപ്പിസോഡ് 3 വന്നിട്ടുള്ളത്. അടുത്ത എപ്പിസോഡിൽ പുതിയ എക്സ്പ്ലനേഷനുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.